നമുക്ക് തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താപസ ശ്രേഷ്ഠനായിരുന്ന പരിശുദ്ധനായ മാത്യൂസ് റമ്പാച്ചൻ്റെ ഒരു വർഷത്തെ മൗന കാലയളവിൽ ദൈവത്തോട് സംഭാഷിച്ചിട്ടുള്ളതായ പ്രാർത്ഥനകളെ നമ്മളുടെ പ്രാർത്ഥനകളാക്കി മാറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മബോധങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാം. അദ്ദേഹം തൻ്റെ മൗനകാലത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചു: മനസ്സിലുള്ളവനായ കർത്താവേ നിനക്ക് സ്തുതി, സത്യ അനുതാപികളെ കൈക്കൊള്ളുന്നവനായ കർത്താവേ നിനക്ക് സ്തുതി, ബലഹീനരോട് കരുണയുള്ളവനായ കർത്താവേ നിനക്ക് സ്തുതി. ഈ ദിവസത്തിൻ്റെ മൗനത്തിലേക്ക് അടിയനെ അടുപ്പിച്ചവനായ നിനക്ക് സ്തുതി. ഞാൻ മൗനമായിരിക്കുന്ന ഈ സമയം നീ സംസാരിക്കണമേ. നിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ നിനക്ക് സ്തുതിക്കുന്നു. കർത്താവെ, അടിയൻ പാപിയും ബലഹീനമാകുന്നു. അടിയൻ്റെ കുറ്റങ്ങൾ വളരെയാകുന്നു. അവ അവിടുന്ന് ക്ഷമിച്ച് അടിയനെ അനുഗ്രഹിക്കണമേ. ശക്തിക്കപ്പുറമായി കുരിശ് അടിയന് തരരുതേ. കുരിശു വഹിക്കുന്നതിനുള്ള പ്രാപ്തി തരണമേ. ശത്രുവിൻ്റെ കയ്യിലേക്ക് അടിയനെ ഏൽപ്പിക്കരുതേ. കർത്താവെ, തിരുവചനം അടിയനോട് സംസാരിക്കണമേ. ഈ സമയം അദ്ദേഹത്തിന് ലഭിച്ച മറുപടി ഇപ്രകാരമാണ്: എൻ്റെ വാത്സല്യ മകനെ, നിനക്ക് സമാധാനം. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നീ ദിനംതോറും നിൻ്റെ ദിന്യചര്യകളിൽ നിഷ്ഠയുള്ളവനായിരിക്കുക. അതുവഴിയായി സകല പരീക്ഷകളെയും നിനക്ക് ജയിക്കുവാൻ കഴിവുണ്ടാകും. സുഖഭോഗങ്ങളെ വെടിയുക. എനിക്ക് വേണ്ടി കഷ്ടത സഹിക്കുവാൻ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ സർവവും അനുഗ്രഹമായി കലാശിക്കും. എൻ്റെ കുഞ്ഞെ, നീ യാതൊന്നും കൊണ്ട് അധൈര്യപ്പെടരുത്. എല്ലാ പ്രയാസ സമയത്തും നിന്നെ സഹായിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അത് വിശ്വാസം, ജയം എന്നിവ പ്രദാനം ചെയ്യും. മകനെ, നീ എനിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിൻ്റെ ഇഷ്ടം നടക്കുവാൻ ആഗ്രഹിക്കരുത്. എൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുക. അങ്ങനെ ചെയ്യുമ്പോൾ നീ അതീവ സന്തുഷ്ടനായി തീരും. മകനെ, നീ യാതൊന്നും കൊണ്ട് കുലുങ്ങിപ്പോകരുത്. ശത്രുവിന് എൻ്റെ അനുവാദം കൂടാതെ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിൻ്റെ ശരീരം നഷ്ടമായാൽ അതിനെ പുതുതാക്കുവാൻ എന്നാൽ കഴിയും. സകലത്തിലും എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. എൻ്റെ മകനെ, നിന്നോട് പല കാര്യങ്ങൾ തുടർച്ചയായി ഞാൻ അരുളി ചെയ്തുകൊണ്ടേയിരിക്കാം. അവ കേട്ട് അനുഭവത്തിൽ വരുത്തുവാൻ ഒരുങ്ങുക. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സമാധാനമായിരിക്കുക. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ പ്രാർത്ഥന ഓരോ വരിയും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടെന്നാൽ വചനാടിസ്ഥാനമായ ആത്മാവിൻ്റെ പ്രാർത്ഥനകളാണിവ. ജഡത്തിൻ്റെ ഒരു പ്രാർത്ഥനയും ഇതിനില്ല. ഉദാഹരണത്തിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു: അടിയൻ പാപിയും ബലഹീനമാകുന്നു. അടിയൻ്റെ കുറ്റങ്ങൾ വളരെയാകുന്നു. അവിടുന്ന് ക്ഷമിച്ച് അതിനെ മോചിക്കുകയും അടിയനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരേണ്ടതാകുന്നു എന്നുള്ളതാണ്. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ മറുവശത്ത് മറ്റൊരു ബോധ്യം നമ്മളെ ഭരിച്ചു കൊള്ളണം. അതായത്, നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പാപികളാകുന്നു, കുറവുള്ളവരാകുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗം ഒറ്റയൊരു കാര്യം മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിത രീതികളിൽ ഓരോ തവണയും ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും വീണു പോകുന്നതും ആ വീഴ്ചയിൽ കർത്താവ് കനിവ് തോന്നി നമ്മളെ വീണ്ടും വീണ്ടെടുക്കുന്നതും. എന്നാൽ വീണ്ടെടുത്ത്
വീണ് പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് എഴുന്നേൽക്കുവാനുള്ള ശക്തി ഈ നോയമ്പിൽ നമ്മൾ ആർജിക്കണം. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസനാകുന്നുവെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ ബോധ്യം നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരു കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ആ കണ്ണാടി എത്രയും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നോ അല്ലെങ്കിൽ എത്രയും ക്ലീൻ ആയിരിക്കുന്നുവോ അത്രയും ക്ലീനായിട്ട് കണ്ണാടിക്ക് അപ്പുറമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്പെക്സിൽ പൊടിപടലങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നത് ഭംഗിയായിട്ട് ആയിരിക്കത്തില്ല, ആ പൊടിപടലങ്ങളിൽ കൂടിയായിരിക്കും നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഒരുവൻ്റെ കുറ്റം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ആ കുറ്റത്തിൻ്റെ ഭീകരമകുടം ഇരിക്കുന്നുവെന്നാണ്. അതിൽ കൂടി കാണുമ്പോഴാണ് മറ്റൊരുവൻ കുറ്റവാളിയായിട്ട് നമുക്ക് തോന്നുന്നത്. അതേസമയം ഈ സ്പെക്സ് ഞാൻ ഒന്നും കൂടെ വൃത്തിയാക്കി കഴുകി തുടച്ചെടുത്ത് മുഖത്ത് വെച്ച് കഴിയുമ്പോൾ എന്നിലുള്ള എല്ലാ അഴുക്കുകളെയും തെളിവായി കാണത്തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് അകത്തെ കണ്ണാടിയുടെ ഒരു പ്രത്യേകത. നമ്മൾ നോക്കുന്നത് എന്തിൽ കൂടിയാണെന്നുള്ള ബോധ്യം നമ്മളെ ഭരിച്ചുകൊള്ളണം. ദൈവം കൊടുക്കുന്ന മറുപടിയാണ്, മകനെ, ദിനംതോറും ദിനചര്യകളിൽ നിഷ്ഠയുള്ളവനായിരിക്കണം, എനിക്ക് വേണ്ടി കഷ്ടത സഹിക്കുവാൻ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കാനും ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മകനെ, യാതൊന്നിനും അധൈര്യപ്പെടരുത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഭയപ്പെടണ്ട. ഭയക്കരുത്, ഒന്നിനെയും ഭയക്കരുത്. നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിൽ ഇരിക്കുന്നവനേക്കാൾ വലിയവനല്ലയോ? ലോകത്തിൻ്റെ പ്രഭുവിന് നിന്നോടൊരു കാര്യവുമില്ല. നിൻ്റെ ഉള്ളിലിരിക്കുന്ന രാജാധിരാജാവ്, നിത്യരാജാവ്, അവൻ്റെ ശരീരരക്തങ്ങൾ നിന്നിൽ മറിഞ്ഞിരിക്കുന്നതിനാൽ, നിൻ്റെ അസ്ഥികളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഒന്നിനെയും ഭയക്കരുത്. ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല എന്ന് യോശുവയോട് പറഞ്ഞ പ്രകാരം ദൈവം നമ്മോടും ഈ നൊയമ്പിൽ പറയുമാറാകട്ടെ. എനിക്ക് വേണ്ടി കഷ്ടത സഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ സർവ്വ അനുഗ്രഹം നിനക്കുണ്ടാവും. എൻ്റെ മകനെ, നീ ശുഭമായിരിക്കണം. ഏത് പ്രയാസ സമയത്തും നിന്നെ സഹായിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അത് നിനക്ക് ജയം പ്രദാനം ചെയ്യും. മകനെ, എനിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിന്റെ ഇഷ്ടം നടക്കുവാൻ ആഗ്രഹിക്കരുത്. നീ നിനക്കായി തന്നെ വൻ കാര്യങ്ങളെ ആഗ്രഹിക്കരുത്. എല്ലാം എൻ്റെ ഇഷ്ടം പോലെ നിന്നിൽ നിറവേറുവാൻ നീ ആഗ്രഹിക്കണം. നോമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ ഇഷ്ടം നിൻ്റേതാവാനാശിക്കുന്നു, സകലേശ്വരനാം സർവപിതാവേ വന്ദിക്കുന്നു. എൻ്റെ ഇഷ്ടം നിൻ്റേതാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആശിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറപ്പെടുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കും. അതിനെന്താണ് വേണ്ടത്? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാം, സർവ്വതും, ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി അവന് സമർപ്പിച്ചു കൊടുത്ത്, അങ്ങനെ ഞാൻ പൂർണ്ണമായി അവനിലായിത്തീർന്ന് അവൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ നൽവരം പ്രാപിപ്പാൻ നമ്മളെ തന്നെ ഒരുക്കുകയും ശക്തരാക്കുകയും ചെയ്യണം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. 7-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 7-ാം അധ്യായത്തിൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. കർത്താവ് കൂടാര പെരുന്നാളിന് പോകുവാൻ വേണ്ടി കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ കർത്താവിനെ നിർബന്ധിച്ചിരുന്നു. കാരണം അവരുടെ ഉദ്ദേശം രണ്ടായിരുന്നു. ഒന്ന്, കർത്താവിനെ പെരുന്നാളിലേക്ക് തള്ളിയിട്ടിട്ട് അല്ലെങ്കിൽ തള്ളി വിട്ടിട്ട് അവർ സേഫാകുക എന്നുള്ളതായിരുന്നു. രണ്ടും ദുരുദ്ദേശമാണ്. രണ്ട് ഉദ്ദേശങ്ങളും ദുരുദ്ദേശങ്ങളാണ്. രണ്ടുദ്ദേശത്തിൽ ഒന്നിതാണ്, കർത്താവിനെ പെരുന്നാളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ യഹൂദന്മാർ അവനെ എങ്ങനെയെങ്കിലും
പിടിച്ച് കൊണ്ടുപോയി കൊന്നുകൊള്ളും. സഹോദരന്മാർ തന്നെ അവനെ കൊല്ലുവാൻ പലതവണ അന്വേഷിച്ചു, അല്ലെങ്കിൽ തക്കം പാർത്തിരുന്നു, പലതവണ ശ്രമിച്ചു. അവർക്കൊന്നും സാധിച്ചില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഈ സഹോദരന്മാർ തന്നെ കർത്താവിൻ്റെ വലിയ സാക്ഷികളായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് പിന്നീട് എത്തിച്ചേർന്നു. എന്നാൽ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നതിൻ്റെ കാര്യം അവരുടെ ജീവിതം സുരക്ഷിതമാക്കുവാനായിരുന്നു. കാരണം റോമൻ പീസ് അല്ലെങ്കിൽ പാക്സ് റൊമാന എന്ന് പറയുന്ന ഒരു പ്രത്യേക നിയമം റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതെങ്കിലും ചെറുപ്പക്കാർ ഒരു റിവോൾട്ട് പോലെയോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിനെതിരായി ആരെങ്കിലും വിപ്ലവകാരികളായിട്ട് വന്നാൽ അവനെ കൊന്നുകളയുകയും അവരുടെ കുടുംബത്തെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നിയമം ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സഹോദരന്മാർ യേശുവിനെ അവർ പിടിച്ചു കഴിഞ്ഞാൽ തങ്ങളെയും കൊല്ലുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് അവർ തന്നെ യേശുവിനെ കൊല്ലുവാൻ അങ്ങ് തീരുമാനിച്ചാണ് പല സമയത്തും യേശുവിനെ തള്ളിയിട്ടും അല്ലാതെയുമൊക്കെ കൊല്ലുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഉദ്ദേശം പെരുന്നാളിലേക്ക് വിടുന്നതിൻ്റെ ഇതാണ്. അതായത് പെരുന്നാളിലേക്ക് വിട്ടാൽ യഹൂദന്മാർ അവനെ പിടിച്ചു കൊന്നുകൊള്ളും, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ഉദ്ദേശം, ഇനി കൊന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആളുകൾ വർദ്ധിക്കുകയാണെങ്കിൽ, പ്രസിദ്ധി ആർജിക്കുകയാണെങ്കിൽ ആ പ്രസിദ്ധിയുടെ ക്രെഡിറ്റ് തങ്ങൾക്കും കിട്ടും, തങ്ങൾ സഹോദരന്മാരല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ അവർ യേശുവിനോട് പറയുകയാണ്, പ്രസിദ്ധി ആർജിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നീ പെരുന്നാളിന് പോകണം. പക്ഷേ യേശു പോയില്ല. പക്ഷേ രഹസ്യത്തിൽ പിന്നീട് കർത്താവ് പോവുകയും ചെയ്തു. കാരണം ചില ദൈവിക പദ്ധതികൾ അവിടെ അനുഷ്ഠിക്കുവാനുണ്ട്. താൻ പിടിക്കപ്പെടുവാൻ പാടില്ല. തൻ്റെ പെസഹ അടുത്ത് വരുന്നതേയുള്ളൂ. പെസഹായ്ക്ക് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വന്ന ഈ പെരുന്നാളിന് പോകുമ്പോൾ താൻ പിടിക്കപ്പെടുവാൻ പാടില്ലാത്തതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് കർത്താവ് അവിടെ ചെന്നു. അത് കണ്ടപ്പോൾ പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശൂശുപ്പും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി. അവൻ നല്ലവനാണെന്ന് ചിലരും, അല്ല കൊള്ളരുതാത്തവനാണെന്ന് മറ്റു ചിലരും. അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശൂശുപ്പുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. വഞ്ചിക്കുന്നവൻ എന്നാണ് പറഞ്ഞത്. അതായത് യഹൂദന്മാർ എന്ന് പറയുമ്പോൾ കർത്താവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്ന ആ ഭരണകൂടത്തിലെ യഹൂദ മതസംസ്കാരത്തിലെ കശീശാമാർ അല്ലെങ്കിൽ പരീശന്മാർ, സാദൂക്യർ എന്നിവർക്കൊക്കെ ഒരു ചെറിയ അവരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ആ കൂട്ടമാണ് കർത്താവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലാതെ എല്ലാ യഹൂദന്മാരുമല്ല. ഇവർക്ക് കയറിയ ഒരു പ്രത്യേക ആത്മാവിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം. അവനെക്കുറിച്ചൊരു കുശൂശുപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിൽ മർമറിങ് ഉണ്ടായി. ആ മർമറിങ് എന്താണ്? ചിലർ പറഞ്ഞു ഇവൻ കുഴപ്പമില്ല, നല്ലവനാണ്. എന്നാൽ കർത്താവിനെ കൊല്ലുവാനും അവനോട് വെറുപ്പ് സമ്പാദിച്ചവരും പറഞ്ഞു ഇവൻ വഞ്ചകനാണ്. കർത്താവ് ഒരു സമയത്ത് പറയുന്നുണ്ട്, ബേൽസബൂബിനെ കൊണ്ടാണ് തൻ്റെ സാമ്രാജ്യം അവർ തീർക്കുന്നതെന്ന് വിചാരിച്ചാൽ അതെങ്ങനെ ശരിയാവും? സാത്താനിൽ തന്നെ ഛിദ്രിച്ചാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല. യേശു ബേൽസബൂബിനെ കൊണ്ടാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം യഹൂദന്മാരുണ്ട്. അവരുടെ റൂട്ട് എവിടുന്ന് വന്നതാണ്? വഞ്ചകനായ ഒരു ആത്മാവ്. ആരാണ് വഞ്ചനയുടെ ആത്മാവ്? ആ ആത്മാവിൽ ജനിച്ചവരെല്ലാം
ഈ വഞ്ചനയുടെ വിത്തും കൊണ്ട് നടക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ഒരു വൻ ചതി നടന്നിരുന്നു. ആ ചതിച്ചത് ദൈവമല്ല, പിശാചാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വഞ്ചകനായ പിശാച് വഞ്ചനയിൽ കൂടി ദൈവത്തിൻ്റെ മക്കളെ തോൽപ്പിച്ച് പാപത്തിൽ വീഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വഞ്ചനയുടെ വിത്തും കൂടെ വിതച്ചു. അങ്ങനെ ഭൂമിയിൽ മുള്ളും പറക്കാരെയും ശാപഗ്രസ്തത്തിൻ്റെ ഭാഗമായി മുളച്ചു വന്നു. ഭൂമിയിൽ മുളച്ചു വന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യജാതിയുടെ ദേഹിയുടെ മണ്ഡലത്തിൽ കൂടി, അതായത് ബോധത്തിൻ്റെ മണ്ഡലത്തിൽ കൂടി, ഉള്ളിൽ കൂടി മുളച്ചു വന്നിരുന്നു. ആ മുളയെ നശിപ്പിക്കാനാണ് യാക്കോവിൻ്റെ സുവിശേഷം, യാക്കോവിൻ്റെ ലേഖനം 1 അധ്യായം 21 വാക്യത്തിൽ പറയുന്നത്, ആകയാൽ എല്ലാ അഴുക്കും സകല ദുഷ്ടതയും നീക്കി ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. വചനം എന്ന നല്ല വിത്ത് വീണ് യെശയ്യാപ്രവചനം 10 അധ്യായം 17 വാക്യത്തിൽ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് നിന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഇപ്പോൾ ഉള്ളിലുള്ള എല്ലാ അഴുക്കും ദുഷ്ടതയും വന്നത് ഈ വഞ്ചകൻ വിതച്ച വിത്താണ്. അവിടെ നിന്ന് തുടങ്ങിയാണ് വഞ്ചന. ആ വഞ്ചനയുടെ വിത്ത് ആരിലേക്ക് കയറി? കായീനിലേക്ക് കയറി. കായീനിലേക്ക് കയറിയുള്ള വഞ്ചനയുടെ വിത്തിൻ്റെ അടയാളമായിട്ട് അവൻ ബലി അർപ്പിച്ചതുകൊണ്ടാണ് അവൻ്റെ ബലി സ്വീകരിക്കാഞ്ഞത്. കായീൻ്റെ ബലി എന്തുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പാകെ അവശേഷിക്കുന്നുണ്ട്. കായീൻ കൊണ്ടുവന്ന എല്ലാ ഫലപുഷ്ടാദികളും മേൽത്തരമാണ്, ഒന്നാം തരമാണ്. ഹാബേൽ കൊണ്ടുവന്നതും ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെയാണ്. പക്ഷേ ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയും കായീൻ്റേത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. എന്താണ് കാരണം? അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം സൂക്ഷ്മതയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ദൈവം ഹാബേലിലും അവൻ്റെ ബലിയിലും പ്രസാദിച്ചു. അപ്പോൾ ബലി അർപ്പിക്കുമ്പോൾ ആദ്യം ദൈവം പ്രസാദിക്കുന്നത് ആ വ്യക്തിയിലായിരിക്കണം. ദുഷ്ടതയും പേറി ബലി അർപ്പിക്കാൻ വന്നു നിന്നാൽ ബലി സ്വീകരിക്കപ്പെടുകയില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം, ദന്തുപക്ഷം, അസൂയ, കുരള, ഏഷണി, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ദൊന്നുപക്ഷം, അഹങ്കാരം, വിദ്വേഷം, വ്യഭിചാരം, കാമാസക്തി, ആർത്തി മുതലായ സംഗതികൾ പേറിക്കൊണ്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നതെങ്കിൽ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കണ്ണീരൊഴുകി കർത്താവിൻ്റെ മുമ്പാകെ വീണ് ക്ഷമ ചോദിക്കാതെ ബലി അർപ്പിച്ചാൽ കായീൻ്റെ ബലി പോലെ അത് തിരസ്കരിക്കപ്പെടും. യൂദായുടെ ഉള്ളിൽ ബലി വസ്തുവായ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അവൻ ഭക്ഷിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ സാത്താൻ കയറി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഉള്ള അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകേണ്ടി വരുമെന്നുള്ളത് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിലും അത് പൗലോസ്ലീഹ പ്രതിപാദിച്ചിട്ടുണ്ട്. അയോഗ്യമായി ഈ പാനപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവൻ അതുമൂലം രോഗിയായിത്തീരും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളങ്ങനെ അയോഗ്യമായി പലതവണ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിൻ്റെ സന്നിധിയിൽ എല്ലാം അറിഞ്ഞിട്ടും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും കർത്താവേ, നിൻ്റെ സഹോദരൻ നിന്നോട് 7 പ്രാവശ്യം തെറ്റുകയും അവൻ 7 പ്രാവശ്യം വന്ന് നിന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവേ, നിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പാപിയായ അടിയൻ പ്രാർത്ഥിക്കുന്നു, മഹാപാപിയ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കാൽപാദത്തിൽ നെടുമ്പാട് വീണാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും. എന്നിട്ടേ ബലിയർപ്പിക്കാവൂ. വിദ്വേഷം ഉണ്ടെങ്കിൽ വിദ്വേഷമുള്ളവരോട് വിദ്വേഷം നീക്കി വെച്ചിട്ട് വേണം ബലിയർപ്പിക്കുവാൻ. അതുകൊണ്ട് പിണക്കം, വൈരാഗ്യം, വിദ്വേഷം, അഹങ്കാരം, ദ്വന്ദ്വശ, കുരള, ഏഷണി, അസൂയ ഇങ്ങനെ ജഡീകമായ സകല കാമാസക്തികളും ചിന്തകളും എല്ലാം ഈ വചനത്തിൻ്റെ നല്ല വിത്താൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ തീയാൽ
അവൻ്റെ അഗ്നിയാൽ അത് ദഹിപ്പിച്ച് കളയത്തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ കാൽപാദത്തിൽ വീണിട്ടേ ബലി അർപ്പിക്കുവാൻ വരാവൂ. കായീൻ്റെ ബലി സ്വീകരിക്കാഞ്ഞതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇവൻ്റെ ഉള്ളിൽ ഈ വഞ്ചനയുടെ വിത്ത് വളരുകയും കായീനിൽ ഉണ്ടായിരുന്ന ദുഷ്ടത കാരണം കായീൻ കൊണ്ടുവന്ന ബലിവസ്തുക്കൾ ദൈവം സ്വീകരിക്കുന്നില്ല. ഈ കായീൻ്റെ ഒരു പരമ്പരയെ യോഹന്നാൻ സ്നാപകൻ വളരെ പരോക്ഷമായി വിളിക്കുന്ന, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വിളിക്കുന്ന മറ്റൊരു പേരാണ് സർപ്പസന്തതികൾ. യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നുണ്ട്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞു പോകുവീൻ. സർപ്പസന്തതികൾ. ആരാണ് സർപ്പം? ഹവ്വായെ വഞ്ചിച്ചവനാണ്. അങ്ങനെ വഞ്ചനയുടെ വിത്ത് പേറിയ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ പരമ്പര ഈ യഹൂദന്മാരിൽ വരെ വന്നു നിന്നു. അവർ ഈ ഉള്ളിൽ അവർ പേറിക്കൊണ്ടിരുന്ന വഞ്ചനയുടെ, ചതിയുടെ, ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആ സർപ്പത്തിൻ്റെ പ്രത്യേകമായ നിയന്ത്രണത്താൽ യേശു തമ്പുരാൻ ചതിയനാണെന്ന് സമൂഹത്തെ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവൻ ബേൽസബൂബിൻ്റെ ആത്മാവുള്ളവനാണ് എന്ന് വരത്തക്കവണ്ണം ഇവർ പ്രയോഗിക്കുകയാണ്. ദൈവാത്മാവിനെ നേരെ ആർ ദൈവാത്മാവിനോട് മത്സരിച്ച് നിൽക്കുന്നോ, അല്ലെങ്കിൽ ആർ ദൈവാത്മാവിൻ്റെ ശത്രുവായിരിക്കുന്നോ, ആ ശത്രുവിനെ കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ് പരത്തത്തക്കവണ്ണം വഷളത്തരത്തിൻ്റെയും ദുഷ്ടതയുടെയും അങ്ങേയറ്റം പറ്റിയ ഒരു കൂട്ടർ കർത്താവിനെതിരെ നിന്നിരുന്നു. ഇത് കർത്താവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. അതിന് കർത്താവിന് വളരെ നോവാണത്. കർത്താവ് ആ സമയത്തെല്ലാം വളരെ വിഷമത്തോടുകൂടി അവരെ ശകാരിക്കുകയും അവരെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വഞ്ചകരുടെ ഗണത്തിൽപ്പെടാതെ നമ്മളെ തന്നെ കാത്തുകൊള്ളണം. 14 വാക്യം തൊട്ടാണ് നമുക്കിനി പഠിക്കുവാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും കുറച്ചും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 14 വാക്യം, 7-ാം അധ്യായം 14-ാം വാക്യം. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. നമ്മൾ പറഞ്ഞു ഏത് പെരുന്നാളിൻ്റെ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? കൂടാര പെരുന്നാളിൽ കർത്താവ് സംബന്ധിക്കുവാൻ വേണ്ടി പോയതാണ്. രഹസ്യത്തിലാണ് പോയത്. എന്താണ് പാതി കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞത്? ഒരു പെരുന്നാളിന് പാതി കഴിഞ്ഞ ശേഷം ഇത്രയും നാളും പഠിച്ചതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കൂടാര പെരുന്നാളിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് 8 ദിവസമാണ്. ആ 8ാമത്തെ ദിവസത്തിലാണ് പുരോഹിതൻ വെള്ളം എടുത്തുകൊണ്ട് നടന്നു ചെന്ന് യാഗപീഠത്തിന് ചുറ്റുമൊക്കെ ഒഴിച്ച് ഇസ്രായേൽ ജനത്തിന് വെള്ളത്തിൻ്റെ സാധ്യതകളെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത്. കാരണം ഇസ്രായേൽ ദേശത്ത് വെള്ളമില്ല, കുറവാണ്. നദികളില്ല, വെള്ളമില്ലെന്നല്ല, നദികളില്ല. ആകെപ്പാടെ ഉണ്ടായിരിക്കുന്നത് ഒരു യോർദാൻ നദിയാണ്. അതിനെ ഒരു നദി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു വലിയ തോട് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല ലോങ് ജമ്പ് ചാടാൻ അറിയാവുന്നവൻ ഒറ്റച്ചാട്ടത്തിന് ചില ഭാഗങ്ങളൊക്കെ അപ്പുറത്ത് ചാടി കിടക്കത്തക്കവണ്ണം വീതി കുറഞ്ഞതാണ്. അപ്പോൾ ഈ നദി എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്കൊരു വലിയ ഹരമാണ്. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഒരു നദിയുണ്ട്. അത് ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് 4 ദിശകളിലേക്കും 4 നദികൾ പുറപ്പെട്ടു. അപ്പോൾ ഈ നദിയുടെ ഒരു ഭാവന ഈ പെരുന്നാളുകളിൽ, പ്രത്യേകിച്ച് ഈ കൂടാര പെരുന്നാളിൽ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ഒരു അനുഭവവേദ്യമാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് യേശുമ്പുരാൻ ആ പെരുന്നാളിൻ്റെ ഒരു മധ്യത്തിൽ നിന്ന് ദാഹിക്കുന്നവനും എൻ്റെ അടുക്കിലേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാതി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യേശുമ്പുരാൻ അവിടെ വരുന്നത്. യേശുമ്പുരാൻ പെരുന്നാളിന് രഹസ്യമായിട്ടാണ് വന്നത്. പക്ഷേ ഈ കൂടാര പെരുന്നാളിനും മറ്റു പെരുന്നാളിനും മറ്റും യഹൂദന്മാരുടെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. രീതി എന്ന് പറഞ്ഞാൽ അവർ ചെറിയ ചെറിയ
കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് അവർക്ക് പ്രബോധനം നൽകുമായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രബോധനങ്ങൾ പഠിപ്പിക്കും. അങ്ങനെയാണ് കർത്താവ് 12-ാം വയസ്സിൽ അങ്ങനെ ഒരു കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ വരുന്നു എന്നുള്ളൊരു ശ്രുതി കേട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ പോലല്ല. ഇപ്പോൾ ഇവനെ പലർക്കും അറിയാം, പലരും ഇവൻ്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണാഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശു തമ്പുരാൻ അവിടെ 4 ദിവസം കഴിഞ്ഞ് വന്നു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം എങ്ങനെ എന്ന് അറിയുന്നു, ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പലരും ആശ്ചര്യപ്പെട്ടു. നമ്മളിവിടെ ശ്രദ്ധിക്കണം. കർത്താവ് പഠിപ്പിക്കുന്നത് യഹൂദന്മാരുടെ ന്യായപ്രമാണവും തിരുവെഴുത്തുകളുമാണ്. തിരുവെഴുത്തുകൾ പഠിപ്പിക്കുവാൻ വേണ്ടി പരീശന്മാർ പ്രത്യേകമായ പരിശീലനം നേടിയിരുന്നു. സാധുക്യരും പരീശന്മാരും അവരവരുടെ വേദശാസ്ത്രം അനുസരിച്ച് പ്രത്യേകമായ പരിശീലനം നേടിയവരാണ് ഈ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു തമ്പുരാൻ എവിടുന്നാണ് ഈ ജ്ഞാനം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവനകത്ത് അച്ഛൻ്റെ മകനല്ലേ എന്നുള്ളൊരു പ്രത്യേക കാഴ്ചപ്പാടിൽ ഒരു മുൻവിധിയോടുകൂടിയാണ് യേശുവിനെ സമീപിച്ചിരിക്കുന്നത്. കർത്താവിന് ശരിക്കും ജ്ഞാനം എവിടെ നിന്നാണ് വന്നത്? കർത്താവിൻ്റെ ജ്ഞാനം വന്നത് പിതാവിൽ നിന്നാണ്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദൈവസന്നിധിയിൽ ഇരുന്ന് നേടിയെടുത്തതാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. നമ്മളെ തലച്ചോറിലുള്ള ജ്ഞാനവും ആത്മാവിൽ കർത്താവ് പഠിപ്പിച്ചു തരുന്ന ജ്ഞാനവും രണ്ടാണ്. തലച്ചോറിൽ നമ്മൾ നേടിയെടുക്കുന്ന ജ്ഞാനം കർത്താവിൻ്റെ ജ്ഞാനത്തെ ഒന്ന് പരിപോഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാനോ ഉള്ള ചെറിയൊരു ഉപാധി മാത്രമാണ്. ഇന്ന് അങ്ങനെയുള്ള ജ്ഞാനികൾ അനേകരുണ്ട്. ദൈവത്തിൽ നിന്നുള്ള, ഉയരത്തിൽ നിന്നുള്ള, സൗമ്യതയേറിയ, സാവധാനതയേറിയ ആ ജ്ഞാനം, യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് സൗമ്യതയും സാവധാനതയുള്ള ജ്ഞാനവുമാണ്. അത് പ്രാർത്ഥനയിലൂടെയാണ് നേടിയെടുക്കുന്നത്. ഉറച്ച കണ്ണീരോടും അപേക്ഷയോടും അഭയാചനയോടും കൂടെ. എബ്രായർ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്, കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച കണ്ണീരോടും അപേക്ഷയും അഭയാചനയും കഴിക്കുകയും, കണ്ണീരോടുകൂടിയാണ്. എല്ലാ ദിവസവും കരഞ്ഞ് നിലവിളിച്ച് പിതാവാം ദൈവത്തോട് ലോകത്തിനു വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആ ഉത്തരത്തിൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട്. ജ്ഞാനം. ആ ജ്ഞാനമാണ് കർത്താവ് വിളമ്പുന്നത്. വിശുദ്ധനായ ഗ്രിഗറി ഓഫ് നിസ പറയും, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് വേദശാസ്ത്രജ്ഞൻ. ദൈവവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധം എത്രയും നമ്മൾ ആർജിക്കുന്നു അത്രയും നമ്മൾ ജ്ഞാനികളാകും. ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനികൾ ലോകത്തെ വിധിക്കുമെന്നാണ്. ശേബാരാജ്ഞിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. ശേബാരാജ്ഞി ലോകത്തെ വിധിക്കുമെന്ന് പറയാൻ കാര്യം എന്താ? ശേബാരാജ്ഞിക്ക് എല്ലാമുണ്ട്, എല്ലാ സ്വത്തുക്കളും, എല്ലാ രാജ്യത്തിൻ്റെ അധികാരവും പദവികളും എല്ലാം ഉണ്ട്. കർത്താവ് പറയുകയാണ്, ആ ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ ശലോമോൻ്റെ അടുത്ത് വരികയാണ്. വെറും കൈയോടെയല്ല, വലിയ സമ്മാനങ്ങളോടുകൂടി. കാരണം അവൾക്കുണ്ടായിരുന്ന എല്ലാ പദവികളെക്കാളും വലുത് ദൈവീക ജ്ഞാനമാണെന്നും അത് ശലോമോനിലുണ്ടെന്നും അത് സ്വീകരിക്കുവാനായിട്ട് ശലോമോൻ്റെ അടുത്ത് വന്ന ശെബാരാജ്ഞിയുടെ ജ്ഞാനം ശലോമോനിൽ നേടിയെടുത്തതാണ്. കർത്താവ് പറയുകയാണ്, ഇതാ ശലോമോനേക്കാളും വലിയവൻ, പക്ഷെ ആ ജ്ഞാനം നിങ്ങൾക്ക് വേണ്ട. ദൈവത്തിൻ്റെ, പിതാവാം ദൈവത്തിൻ്റെ ജ്ഞാനമായവൻ തന്നെ നമ്മുടെ മുമ്പിൽ മാംസമായിട്ട് നിൽക്കുമ്പോൾ ആ ജ്ഞാനത്തെ തിരിച്ചറിയാതെ പോകുന്നത് വലിയ നിർഭാഗ്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഈ ലോകപരമായ തിരുവെഴുത്തുകളുടെ ജ്ഞാനം ഉണ്ടെങ്കിലും ആത്മാവിൻ്റെ ജ്ഞാനം വേറെയാണ്. ആത്മാവിൻ്റെ ജ്ഞാനം, അതായത് ആത്മീകനെ ആരും
ഉപദേശിക്കേണ്ട കാര്യമില്ല, താൻ ആരാലും ഉപദേശിക്കപ്പെടുന്നില്ല എന്ന് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. കാരണം ആത്മാവ് തന്നെ സകലവും ഉപദേശിച്ചു തരും. നമ്മൾ എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, അത് ആ സമയത്ത് നമ്മളെ കൃത്യമായിട്ട് വഴി നടത്തും. ആ കൃത്യമായിട്ട് വഴി നടത്തിക്കൊള്ളും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാറ്റ് എവിടെ നിന്ന് വരുന്നു, അതെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല, ആത്മാവിൽ ജനിച്ചവനൊക്കെ അങ്ങനെ തന്നെയാകുന്നു. കാരണം ആത്മാവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവൻ ആത്മാവ് പറയുന്നത് അനുസരിച്ച് നടക്കുവാനുള്ള ഒരു 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 പ്രവണതയോ ഒരു ആഗ്രഹമോ വാഞ്ചയോ ദാഹമോ ഉണ്ടായിരിക്കുന്നുണ്ട്. ആത്മാവ് എപ്പോഴാണ് എന്താണ് പറയുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അത് പറയുന്നതനുസരിച്ച് തന്നെ അവൻ ചലിച്ചുകൊണ്ടിരിക്കും. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ദൈവാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അവന് പോലും ചിലപ്പോൾ അറിയത്തില്ല. പക്ഷേ കൃത്യമായി അവനെ കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്: എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും, അല്ലേ? അപ്പോൾ ദൈവത്താലുള്ള ഒരു ഉപദേശം നമ്മളും ആർജിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ജീവിത മാതൃക എല്ലാം നമ്മളും ആർജിച്ചെടുക്കേണ്ടതാണ്. എല്ലാവരാലും ഉപദേശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി എന്താണ്, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. അങ്ങനെയാകുമെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഒരു വചനം ഇപ്രകാരമുണ്ട്. 8-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. അതായത് കർത്താവിനെ ശരിക്കും ആത്മാവിൽ അറിഞ്ഞാൽ പിന്നെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യം പോലുമില്ല. ആത്മാവ് തന്നെ നമ്മളെ വഴി നടത്തും. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ആ ഒരു തലമുണ്ട്. അതിലേക്ക് എത്തുന്നവർക്ക് മാത്രമേ യേശുവിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കാരണം യേശുവാണ് ഈ ജ്ഞാനം. യേശു തന്നെയാണ് ഉള്ളിൽ പരിശുദ്ധാത്മാവായി ഇരുന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, ക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ അത്രേ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. ക്രിസ്തു തന്ന വെളിപാടുകൾ അത് കിട്ടണം. നമ്മൾ ആരാധനയിലും പ്രാർത്ഥനയിലും നിൽക്കുമ്പോൾ നമുക്കുള്ള വെളിപാട് തരണമേ എന്നും പറഞ്ഞുകൊണ്ടേ നിൽക്കാവൂ. ഇപ്പോൾ ഒരു വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നു, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു, അതിൽ ഒരു തീപ്പൊരി നമ്മുടേതായിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ആരാധന നമ്മുടെ ആരാധനയായി മാറുകയുള്ളൂ. ആ തീപ്പൊരി നമ്മളെ സ്പർശിച്ചിരിക്കണം. അതാണ് ആളിക്കത്തേണ്ടത്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഒരു തീയായും അവൻ്റെ വെളിച്ചം ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തണം. അത് കത്തുമ്പോഴേ നമ്മുടെ ഹൃദയത്തിലെ ധ്യാനത്തിങ്കൽ തീ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. 39-ാം സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെയിരുന്നു. എൻ്റെ ഹൃദയത്തിങ്കൽ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ആ പൊരി കിട്ടണം. ആ പൊരി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ് അതുവരെയും മൗനമായിരുന്ന് തീ കത്തുന്നത് വരെയും ദൈവത്തിൽ നിന്ന് നമുക്ക് കേട്ടുകൊണ്ട് ആനന്ദിക്കുവാൻ ഈ മധുര സംഭാഷണത്തിലെ മാത്യൂസ് റമ്പാച്ചൻ ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവം പറയുന്നത് കേൾക്കുന്നതിൻ്റെ ഒരു ആനന്ദം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്കും കേൾക്കാവുന്നതാണ്. ഈ തീപ്പൊരി കിട്ടുന്നതാണ് ദൈവിക സംസാരം. റേമ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. റേമ നമ്മൾ വചനം വായിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇതൊന്നും അല്ലാത്ത സമയത്തും, നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ദൈവം ചില വെളിച്ചങ്ങൾ തരും. ആ വെളിച്ചത്തിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത നീക്കം നടത്തിയാൽ ആനന്ദകരമായൊരു ജീവിതമാണ്. പ്രൊട്ടക്റ്റഡാണ് നമ്മൾ അതിനകത്ത്. അതാണ്, പ്രൊട്ടക്റ്റഡാണ്. നമുക്കറിയാം നമ്മൾ കർത്താവിൻ്റെ കരവലയത്തിലാണ് എന്നുള്ള ബോധ്യം നമ്മളെ വല്ലാതെ ആനന്ദത്താൽ ഭരിക്കും. അതിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ
ഇതിൽ എത്തിപ്പെടാത്തവർ ഇവനെന്താണ്, ഇവനെവിടെ നീ ജ്ഞാനം കിട്ടി എന്നുള്ള മുൻവിധിയോടുകൂടി കർത്താവിനെ നോക്കിയ പോലെ നമ്മളെ നോക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ യേശുവിന് ഈ ജ്ഞാനം പിതാവ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടി പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ പറഞ്ഞവരോട് യേശു ഉത്തരം പറഞ്ഞു. 16-ാം വാക്യം, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ. കണ്ടോ, എൻ്റേതല്ല ഈ ഉപദേശം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ, നമ്മൾ തന്നെ സുവിശേഷകരാകുമ്പോൾ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത് 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന വചനമുണ്ട്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം. ഇവിടെ പറയുന്നു, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. 16-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഉപദേശവും അയച്ചവൻ്റേതത്രേ, പ്രവൃത്തിയും അയച്ചവൻ്റേതത്രേ. അപ്പോൾ പ്രവൃത്തിയും ഉപദേശവും എല്ലാം പിതാവിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളും ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യേണ്ടതാണ്. അല്ല പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നമ്മൾ മാറി നിന്ന് ചെയ്യേണ്ടതല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടി കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? പിതാവിൽ നിന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം പ്രവൃത്തി ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം. അപ്പോൾ കർത്താവിൻ ചെയ്ത വേലയുടെ ഭാഗമായിട്ട് നമ്മൾ അതിൽ പങ്കാളികളാകുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടി ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ തികയ്ക്കുമ്പോൾ അത് നമുക്ക് ആത്മാവിൻ്റെ ആഹാരമായി മാറുകയും സ്വർഗം സന്തോഷിക്കുകയും ചെയ്യുന്നു. 17-ാം വാക്യം നോക്കാം. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ആരാണ് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ? അതായത് യേശുവിനെ സത്യമായിട്ട് മനസ്സിലാക്കുന്നവർ. അവൻ വചനം ജഡമായതാണ് എന്ന് ആത്മാവിൽ മനസ്സിലാക്കുന്നവന് മനസ്സിലാകും ഇവൻ ഉപദേശിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം തന്നെയാണ് എന്ന് അവന് മനസ്സിലാവും. വേറെ ആർക്കും മനസ്സിലാകുകയില്ല. 18-ാം വാക്യം, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാവുന്നു, നീതികേട് അവനില്ല. ഇവിടെ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. ഈ അറിവിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ലോകപരമായി നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ സ്വന്തം മഹത്വത്തിനെ ഉപകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ അതിനെ ദൈവിക ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ കയറ്റണം. ദൈവിക ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ദൈവിക ജ്ഞാനം അവന് ആദ്യം ഉണ്ടാവണം. ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഏദൻ തോട്ടത്തിലെ ദൈവിക ജ്ഞാനമാണ് ജീവവൃക്ഷം. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ഇത് രണ്ടും മനുഷ്യന് വേണ്ടതാണ്. പക്ഷെ ആദ്യം എന്താണ് വേണ്ടത്? ദൈവീക ജ്ഞാനമാണ്. ഈ ദൈവീക ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ വേണം ലോകത്തിൻ്റെ ജ്ഞാനം ഇരിക്കുവാൻ. ദൈവിക ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത, ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ദൈവിക ജ്ഞാനത്തെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ ജ്ഞാനം ചീർപ്പിക്കുന്നതാണ്. അറിവ് ചീർപ്പിക്കുന്നു. ചീർപ്പിച്ചു കഴിയുമ്പോൾ, അഹങ്കാരം വർദ്ധിച്ചു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം പറയും ഇതൊക്കെ ഭോഷത്തരമാണെന്ന് പറയും. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം തന്നെയാണ്. അത് കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലേ? കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 2 കോരിന്ത്യർ 1 കോരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം 19 മുതൽ വായിക്കാം, 18 മുതൽ വായിക്കാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിൻ്റെ വചനം, ദൈവികമായ
ആ സത്യവചനം നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്നത് നമുക്ക് പക്ഷേ ദൈവശക്തിയാണ്. 19 വാക്യപ്രകാരം പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. യെശയ്യാവിൻ്റെ പുസ്തകം 29 അധ്യായം 14 വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 29 അധ്യായം 14 വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 29 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. 14 വാക്യത്തിൽ, ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുതവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതാണ് വചനം. അവരുടെ ജ്ഞാനത്തിൻ്റെ, അതായത് ലോകത്തിൻ്റെ ജ്ഞാനം നശിച്ചു പോകും. ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 അധ്യായം 20 വാക്യത്തിൽ പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ഇത് യെശയ്യാവിൻ്റെ 29 അധ്യായം 14 വാക്യത്തിൻ്റെ കോട്ടിങ്ങാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? എങ്ങനെയാണ് ഭോഷത്വമാക്കിയത്? ജ്ഞാനമായവൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ ശരീരം തകർത്ത് ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കി. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. നമ്മൾ ഈ കൺവെൻഷൻ പ്രസംഗങ്ങളും ധ്യാന പ്രസംഗങ്ങളും ഏത് പ്രസംഗങ്ങളും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ, സുവിശേഷ ഘോഷണമായിട്ട് നടത്തുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണം, യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. യേശുവിനെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്ന ഉദാഹരണങ്ങളോ കഥകളോ ഒക്കെ കൂട്ടിച്ചേർക്കുക. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുവാണെങ്കിൽ മാത്രം. അല്ലാതെ നമ്മളുടെ പ്രസംഗത്തിൻ്റെയോ അല്ലെങ്കിൽ സംസാരത്തിൻ്റെയോ ഭാവനകളോ അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള അലങ്കാരങ്ങളോ കൊണ്ടുവരുവാൻ വേണ്ടിയോ നമ്മളുടെ പ്രസംഗം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യത്തക്കവണ്ണം അല്ലെങ്കിൽ അവരെ രസിപ്പിക്കത്തക്കവണ്ണം കഥകളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞ് ആ രീതിയിൽ കൊണ്ടുപോകുന്നതൊന്നും സുവിശേഷ പ്രസംഗമല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്നവൻ്റെ കീർത്തി വർദ്ധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ കേട്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും അതാണ് ഇഷ്ടം. കാരണം ഈ പറയുന്ന ആൾ തൻ്റെ സാക്ഷ്യമൊന്നും അല്ല പറയുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സാക്ഷ്യമല്ല, മൂന്നാമതൊരുത്തൻ്റെ കഥയാണ് പറയുന്നത്. മൂന്നാമതൊരുത്തൻ്റെ കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാരണം തെറ്റാണെങ്കിലും കുറ്റങ്ങളാണെങ്കിലും പറഞ്ഞ് ഒരു 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 കാര്യത്തിലേക്ക് വരുവാൻ മൂന്നാമതൊരു കാര്യമോ സംഭവമോ കഥയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല സുവിശേഷത്തിൻ്റെ ഒരു മാതൃക. സുവിശേഷത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പറയണം. എന്നാൽ ആ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുന്ന ആ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിൻ്റെ മാഹാത്മ്യത്തെ കീർത്തിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളിൽ ചേർത്ത് തരുന്ന ഉദാഹരണങ്ങളൊക്കെ സമർത്ഥിക്കാം എന്നുള്ളതല്ലാതെ ഉദാഹരണങ്ങൾക്ക് വേണ്ടിയോ കഥകൾക്ക് വേണ്ടിയോ സംഭവങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ സംഭവങ്ങളോ കഥകളോ ഉദാഹരണങ്ങളോ എഴുതി ചിട്ടപ്പെടുത്തി തയ്യാറാക്കിക്കൊണ്ടുവന്ന് നമ്മൾ സുവിശേഷ പ്രസംഗം നടത്തി നമ്മളുടെ വാക്കുകളുടെ ഈ ഈ ഈ ഘോഷസ്വരങ്ങൾ ജനത്തെ ആകർഷിക്കും വിധമാക്കിയാൽ അതിലൊക്കെയും ഈ വഞ്ചകൻ്റെ ഈ ദുരുദ്ദേശം അവൻ കുത്തിക്കയറ്റും, നമ്മളറിയില്ല. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ ഇടയിൽ ദൈവം തൻ്റെ ജ്ഞാനം ഭോഷത്വമാക്കി എന്ന് പറയുന്നത്. പൗലോസ്ലീഹ ഏഥൻസിൽ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം കോരിന്തിൽ വന്ന് 1 കൊരിന്ത്യർ 2 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ
മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. യേശുവിനെ അല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രസംഗിപ്പാനില്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരുന്നു കൊള്ളണം. അപ്പോൾ 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നും സ്വയമായിട്ട് പ്രസ്താവിക്കരുത്. എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി പിതാവിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ മാത്രമേ കൊണ്ട് വിളമ്പാവൂ. നമ്മുടേതായിട്ട് വിളമ്പിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ രുചികരമായിട്ടൊക്കെ വിളമ്പാനും എല്ലാവരെയും ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഒക്കെ പറ്റിയേക്കും. ചിരിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും അല്ല സുവിശേഷം. മനസാക്ഷിക്ക് കുത്തുകൊണ്ട് പാപബോധം ഉണ്ടായി യേശുവേ എന്ന് ആത്മബോധത്തിൽ നിന്ന് വിളിക്കുവാനുള്ള പ്രേരണ എപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കാണിക്കുണ്ടാകുന്നു, അപ്പോഴാണ് അത് സുവിശേഷ പ്രസംഗമാകുന്നത്. അല്ലെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിയൊക്കെ നടത്തി നല്ല പ്രസംഗമായിരുന്നു, സൂപ്പർ പ്രസംഗമായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് പോകാം എന്നുള്ളതല്ലാതെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. സങ്കടത്തോടുകൂടെ പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഇതിനകത്ത് കുറ്റവാളികളാണ്. ഒരു കൺവെൻഷൻ പ്രസംഗമോ സുവിശേഷ പ്രസംഗമോ കേൾക്കുമ്പോൾ എത്ര പേരാണ് മാനസാന്തരപ്പെടുന്നത്? എത്രയോ കൺവെൻഷൻ പ്രസംഗങ്ങൾ നമ്മൾ നടത്തുകയാണ്. പോകട്ടെ. അപ്പോൾ ഈ 18-ാം വാക്യം പറയുന്നു, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാവുന്നു. നീതികേട് അവനിലില്ല. നീതി എന്താണ്? കർത്താവ് നീതീകരിക്കുന്നതാണ് നീതി. കർത്താവ് നീതീകരിക്കുന്നവൻ നീതിമാൻ. ആ നീതിമാനിൽ നീതികേടില്ല. കാരണം എന്താണ്? അവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. യേശുവിൻ്റെ നാമം എങ്ങനെയെങ്കിലും, അവൻ്റെ മഹത്വം എങ്ങനെയെങ്കിലും ഏത് വിധേനയും ലോകത്തിന് കൊടുക്കണം എന്നുള്ള ഒറ്റ ചിന്തയല്ലാതെ അവന് വേറൊരു ചിന്തയില്ല. എന്നിട്ട് 19-ാം വാക്യത്തിൽ പറയുകയാണ്, മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത്. ഒന്നാതെ മോശയുടെ ന്യായപ്രമാണത്തിന് ജീവിപ്പിപ്പാൻ ശക്തിയില്ല. പക്ഷേ മോശയുടെ ന്യായപ്രമാണം പോലും നിങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് യഹൂദന്മാരുടെ കർത്താവ് പറയുകയാണ്. കാരണം എന്താണ്? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരാളെ കൊല്ലണമെങ്കിൽ അതിൻ്റെ കൃത്യമായ തക്കതായ കാരണം വേണം. ഈ കാരണമില്ലാതെ, സാക്ഷിമൊഴികളില്ലാതെ, രണ്ടുപേരുടെ സാക്ഷിമൊഴിയില്ലാതെ നിങ്ങൾ എന്നെ കൊല്ലുവാനും വിധിക്കുവാനും നോക്കുന്നു. മോശയുടെ ന്യായപ്രമാണം പോലും നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്ന് കർത്താവ് ഇവരോട് പറയുകയാണ്. അവർക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം അങ്ങ് വർദ്ധിച്ച് വരികയാണ്. കാരണം കർത്താവിനോട് അങ്ങോട്ട് എതിർത്ത് നിൽക്കുവാനും പറ്റുന്നില്ല. എന്ത് പോയിന്റ് പറഞ്ഞാലും കൗണ്ടർ പറയും. അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവ് കൗണ്ടർ അടിക്കാൻ വളരെ മിടുക്കനായിരുന്നു. കുരുക്കാൻ വന്നവരെ മണിച്ചിത്രത്തായിട്ട് കർത്താവ് കൂട്ടും. തിരിച്ചൊന്നും പറയാൻ പറ്റാതെ എത്രയോ തവണ ശാസ്ത്രിമാരും പരീശന്മാരും ആളെ വിട്ട് പറയിച്ചിട്ട് വരെ. ഇത് പിതാവിൽ നിന്ന് വരും ജ്ഞാനം ലോകത്തിന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കർത്താവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ മോശയുടെ ന്യായപ്രമാണം പോലും നിങ്ങൾ ആചരിക്കുന്നില്ല. ഞാൻ ന്യായപ്രമാണം ആചരിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം ആചരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. 20-ാം വാക്യം, അതിന് പുരുഷാരം നിനക്ക് ഒരു ഭൂതം ഉണ്ട്. കണ്ടോ, ആദ്യം പറഞ്ഞ സാധനത്തിലേക്ക് വരികയാണ്. എന്താണ്? ഏദൻ തോട്ടത്തിൽ കയറിയ ആ ചതിയൻ. കാരണം നീ വഞ്ചകനാണെന്നാണ് പറയുന്നത്, അല്ലേ? 12-ാം വാക്യം വായിച്ചേ. പുരുഷാരത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുശുണ്ടായി. അവൻ നല്ലവനൊന്നും അല്ല, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുകയാണ്, 20-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് പുരുഷാരം നിനക്കൊരു ഭൂതമുണ്ട്. ആർ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു? ഇത്രയേ നേരവും അവരുടെ ഉദ്ദേശം കർത്താവിനെ കൊല്ലുവാൻ നോക്കുമായിരുന്നു. പിടിക്കണം, കൊടുക്കാനൊരു കാര്യം ഇവൻ്റെ വായിൽ നിന്ന് വീഴണം. പക്ഷെ ഇവർ സമ്മതിക്കത്തില്ല. അവർ പറയുകയാണ്, ആരാ നിന്നെ കൊല്ലുവാൻ നോക്കിയത്? ചുമ്മാ ന്യായീകരണം പറയുകയാണ്. ആരും നിന്നെ കൊല്ലുവാൻ നോക്കിയില്ല എന്നൊക്കെ ഇവർ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കർത്താവിന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. 20-ാം വാക്യത്തിൻ്റെ ബാക്കിയിൽ ഇപ്രകാരം പറയുന്നു, അതിന് പുരുഷാരം നിനക്കൊരു ഭൂതമുണ്ട്.
ആർ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിങ്കൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു. എന്ത് പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത്? കർത്താവ് ചെയ്ത പ്രവൃത്തി 5-ാം അധ്യായത്തിലെ ബെഥസ്ത കുളത്തിലെ ആ മുടന്തനെ സൗഖ്യമാക്കിയ പ്രവൃത്തിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിലെല്ലാവരും അങ്ങ് ആശ്ചര്യപ്പെടുക. പ്രശ്നം എന്താണ്? ശബത്തിൽ സൗഖ്യമാക്കി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കർത്താവരോട് പറയാണ്, മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കാൽ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബത്തിൽ മനുഷ്യരെ പരിച്ഛേദന കഴിക്കുന്നു. മോശ ഒരു ശുദ്ധീകരണ കർമ്മം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം എന്നൊരു പേരിൽ നിശ്ചയിച്ചിരുന്ന അബ്രഹാമിൻ്റെ കാലത്ത് തുടങ്ങിയ ഉടമ്പടി മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങളത് ശബത്തിലും ചെയ്യുന്നുണ്ട്. കാരണം ദൈവത്തോട് ചേർക്കുകയാണ്, അല്ലെ ദൈവത്തിൻ്റെ ജനമാക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമാണ്. ദൈവജനം ആക്കുകയാണ് പരിച്ഛേദനയുടെ ലക്ഷ്യം. പുതിയ പരിച്ഛേദനയാകുന്ന മാമോദീസായിൽ എന്താണ് വ്യത്യാസം? ദൈവത്തിൻ്റെ മക്കളാക്കുകയാണ്. മറ്റേത് ദൈവജനമാക്കുകയാണ്. ഇവർ എൻ്റെ ജനം, ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കത്തക്കവണ്ണം അടയാളമാണ് പരിച്ഛേദന. അത് ശബത്തിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശബത്തിൽ മനുഷ്യരെ പരിച്ഛേദന കഴിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാറായി. അതായത് കർത്താവ് ഇവനെ സൗഖ്യമാക്കിയത് പൂർണ്ണ സൗഖ്യമാണ്. പരിച്ഛേദനയിൽ പൂർണ്ണ സൗഖ്യമില്ല. ആ പൂർണ്ണ സൗഖ്യമില്ലാത്ത പരിച്ഛേദന, ജീവിപ്പിപ്പാൻ ശക്തിയില്ലാത്ത ഒരു ന്യായപ്രമാണത്തിൻ്റെ അടയാളമായ പരിച്ഛേദന ശബത്തിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പൂർണ്ണ സൗഖ്യം, അബ്രഹാമിൻ്റെ പുത്രനായ ഇവൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നത് ശബത്തിൽ ചെയ്ത് നിങ്ങളെ ഈർഷ്യപ്പെടുന്നതോ? എന്തുകൊണ്ടാണ് ഈർഷ്യപ്പെടുന്നത്? മറ്റേ വഞ്ചകൻ്റെ ഭൂതം ഇവരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഭൂതം കർത്താവിനോട് പറയുകയാണ്, നിനക്കൊരു ഭൂതമുണ്ടെന്ന്. മനസ്സിലായോ? ഇതാണ് പ്രശ്നം. അത് യോഹന്നാൻ ശ്ലീഹ വളരെ മനോഹരമായിട്ട് ഇവിടെ പ്രതിപാദിപ്പിച്ചിരിക്കുകയാണ്. 23-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതിരിപ്പാൻ ശബത്തിൽ മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നുവെങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. തോന്നുന്ന പോലെ പറയരുത്, കണ്ണി തോന്നുന്നൊന്നും വിളിച്ചു പറയരുതെന്നോ. ഉള്ളിലേക്കിറങ്ങി അതിനകത്തൊരു നീതിയുണ്ടോ, ഒരു ദൈവിക വ്യാപാരമുണ്ടോ എന്ന് നോക്കി വേണം വിധിപ്പാൻ. പഴയ നിയമത്തെ എടുത്ത് കളയുകയാണ്, പഴയ നിയമത്തെ തച്ചുടയ്ക്കുകയാണ്. ശബത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളിൽ പ്രത്യേകമായ നിയമമുള്ളപ്പോൾ കർത്താവ് പലയിടത്തും ബോധപൂർവം ശബത്തിനെ ലംഘിക്കുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ശിഷ്യന്മാർക്ക് അതിര് പറിച്ചു ചെയ്യുന്നപ്പോൾ ശബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ശബത്തിൻ്റെ നിയമങ്ങളൊക്കെ വളരെ രസമാണ്. അത് ഇപ്പോഴും അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ശബത്ത് ലിഫ്റ്റുകൾ ഇസ്രായേലിലുണ്ട്. കാരണം സ്വിച്ച് ഇട്ടാൽ വേല ചെയ്തു. അതുകൊണ്ട് സ്വിച്ച് ഇടാൻ പാടില്ല. കയറി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ലിഫ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. ഒരു വൃദ്ധൻ ഒരു കമ്പ് പിടിച്ച് നടക്കുമ്പോൾ അത് ശബത്തിൽ അത് നിലത്തൂടെ ആ കമ്പൊന്ന് ഉരഞ്ഞു പോയെങ്കിൽ പ്രശ്നമാണ്. ഉഴുതു മറിയുന്ന വേല ചെയ്തു എന്നാക്കി തീർക്കും. ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തെ വികലമാക്കുന്നതിനെ കർത്താവ് ഖണ്ഡിച്ചു കളഞ്ഞിട്ട് ഒരു മനുഷ്യന് പൂർണ്ണ സൗഖ്യം ശബത്തിൽ കൊടുക്കുമ്പോൾ അത് പരിച്ഛേദനയെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ യഹൂദന്മാർ വന്ന് നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞ ആ ആത്മാവ് കർത്താവിന് എന്തുമാത്രം വേദനയുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നമ്മളും ആ യേശുവിനെ പിൻപറ്റി അവൻ്റെ കൂടെ യാത്ര ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ചത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.